ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ഷോർട്ട് ഗൺ ഉണ്ടാക്കാൻ പോണേ. ഇത് ഇങ്ങനെ ബുള്ളറ്റ് വിട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശരിയാ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മുളയുടെ ചെറിയൊരു പീസിലാണ് നമ്മൾ ചെയ്യാൻ പോണേ. അതിനുവേണ്ടി നമ്മൾ ആ തോക്കിൻ്റെ ഷേപ്പോടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മുറിച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കണേ. എൻ്റെ ഫ്രണ്ടിൽ ഒരു കട്ടർ ബ്ലേഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യം ഈ ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് കുറച്ച് സമയം പിടിച്ച പേരുടെ നമ്മൾ പെട്ടെന്നായിട്ട് കാണിക്കണേ. ഇപ്പം നമ്മൾ മുറിച്ചെടുത്തുണ്ട്. അതിൻ്റെ ഈ അടിഭാഗത്ത് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത് മുറിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്ക് മുകൾ ഭാഗത്തെ ഇവിടെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അത് മുറിച്ചെടുക്കാൻ കേട്ടോ. ഇനി ബാക്കിയുള്ള അടിഭാഗത്ത് ഇതുകൂടി മുറിച്ചെടുക്കാം. നമ്മൾ ബ്ലേഡ് മാറ്റിയിട്ടോ ഇത് മുറിക്കണേ. ഇത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്മൂത്താക്കി സെറ്റാക്കി കൊടുക്കാം. ഇത് നമ്മളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഐസ്ക്രീം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ കേട്ടോ. അതിൻ്റെ ഒരു പേപ്പറിൻ്റെ റോൾ എടുക്കണം. പേപ്പർ ചുരുട്ടിയത് അതിൻ്റെ ഇതിൻ്റെ ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ടൂത്ത് പിക്കിൻ്റെ മുകളിൽ വേറൊരു ടൂത്ത് പിക്ക് ചെറുത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. ആ തോക്കിൻ്റെ ഉള്ളിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. നേരെ ഇവിടേക്ക് ഇങ്ങനെ കൊളുത്തിയിടുക. അത് കഴിഞ്ഞിട്ട് ആ ടൂത്ത് പിക്കില്ലേ അത് നമ്മൾ വലിച്ച ബാക്കിൽ ഐസ് സ്റ്റിക്കിലേക്ക് ഇങ്ങനെ റീലോഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ച് ഒന്ന് വിരൽ വെച്ച് പൊക്കുക. അപ്പോൾ നമ്മുടെ സംഭവം പോട്ടാ. ഇങ്ങനെയാണ് നമ്മുടെ സാധനത്തിൻ്റെ വർക്കിങ്. അത് കഴിഞ്ഞിട്ട് ടൂത്ത് പിക്ക് എടുക്കുക. അത് നമ്മൾ ബുള്ളറ്റായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞെക്കുക. അപ്പോൾ അങ്ങനെ തന്നെ റീലോഡ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇത് പിടിച്ച് പൊക്കാം ആ വിരൽ. കണ്ടോ, അത്ര പവറില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ സ്ക്രിബിലേക്ക് ശരി. അപ്പോൾ നമുക്ക് എടുത്തിട്ട് കാണാം.